നീറ്റ് 2020 എഴുതിയാണ് ഇവിടെ കയറിയത്. അന്നേരം റാങ്ക് 3075 ആയിട്ട്. നമ്മൾ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്തു. ഇപ്പൊ നമുക്ക് അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ 13th ക്വസ്റ്റ്യൻ നോക്കാം. ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഈഥെയിൻ ഓവർ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 6.56 into 10⁻³ gram ഓഫ് ഈഥെയിൻ ഈസ് 1 bar. അപ്പൊ എന്താണ്, ഒരു ഈഥെയിൻ സൊല്യൂഷന്റെ മേലെയുള്ള പാർഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട് അല്ലെ. 6.56 into 10⁻³ gram ഉള്ള ഈഥെയിന്റെ മേലെയുള്ള പാർഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്. ഇഫ് ദ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 5 into 10⁻² gram ഓഫ് ഈഥെയിൻ, then what shall be the partial pressure of the gas? എന്താണ് ഈ സൊല്യൂഷന്റെ അടുത്ത സൊല്യൂഷനിൽ ഈഥെയിൻ എന്താണ് 5 into 10⁻² gram ഈഥെയിൻ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ പാർഷ്യൽ പ്രഷർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമുക്കറിയാം സോലിബിലിറ്റി എന്ന് പറയുന്നത്, ഒരു ഗ്യാസിന്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ പാർഷ്യൽ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഇപ്പം പാർഷ്യൽ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് സോലിബിലിറ്റി നമ്മൾ എക്സ് എന്ന് എഴുതിയേക്കുന്നത് അല്ലേ. P is equal to നമ്മൾ KH into X എന്നാണ് എഴുതിയിരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് തന്നിരുന്നു 6.56 into 10⁻³ gram ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള പാർഷ്യൽ പ്രഷർ 1 bar ആണ് തന്നിട്ടുണ്ട്. 1 is equal to KH into സോലിബിലിറ്റി എത്ര ഇവിടെ തന്നിരുന്നു നമുക്ക് 6.56 into 10⁻³ gram തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് രണ്ടാമത് തന്നേക്കുന്നത് എന്തായിരുന്നു? നമുക്ക് തന്നേക്കുന്നു അതേ സൊല്യൂഷനിൽ 5 into 10⁻² gram എന്ത് ഈഥെയിൻ ഉണ്ടെങ്കിൽ അതിന്റെ പാർഷ്യൽ പ്രഷർ എന്താണെന്ന് സൂചിക്കുന്നത്. അപ്പൊ ആ അറിഞ്ഞുകൂടാത്ത പാർഷ്യൽ പ്രഷർ നമ്മൾ P എന്ന് എഴുതാം. അത് is equal to KH into എന്ത് വരും, KH into 5 into 10⁻² gram ആണ് രണ്ടാമത്തെ സൊല്യൂഷൻ തന്നേക്കുന്നത്. ഇത് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആൻസർ ആയി. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. 2/1 ചെയ്യാം. 2/1 ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? P equal to KH കട്ടായി പോയി. ബാക്കി എന്തായിരുന്നു? 5 into 10⁻² divided by 6.56 into 10⁻³ എന്ന് വരും. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 7.62 എന്ന് കിട്ടും. 7.62 bar ആണ് രണ്ടാമത്തെ സൊല്യൂഷന് മേലുള്ള പേപ്പർ പ്രഷർ എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് ഇക്വേഷൻ എഴുതി, രണ്ടിന്റെ ഇക്വേഷൻ എഴുതി, എന്നിട്ട് ആ രണ്ട് ഇക്വേഷൻ കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്തു. നമുക്ക് ചെയ്തത്. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is meant by positive and negative deviations from Rolle's law, and how is the sign of delta H mix related to positive and negative deviation from Rolle's law? അപ്പൊ റോൾസ് ലോ എന്നുള്ള പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം പോസിറ്റീവ് ഡീവിയേഷൻ എപ്പോഴാണ് വരുന്നത്? നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഓക്കെ, എയും ബിയും കൂടെ മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എയും ബിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ എ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ അത് നമ്മൾ എ ഇന്ററാക്ഷൻ എന്ന് വിളിക്കുന്നു. ബി മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ബി ഇന്ററാക്ഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ സൊല്യൂഷൻ ആയി കഴിയുമ്പോൾ ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഈ മിക്സ് ചെയ്ത കമ്പോണൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ എ ബി ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എ ഇന്ററാക്ഷനേക്കാളും ബി ഇന്ററാക്ഷനേക്കാളും കൂടുതലാണെങ്കിൽ എന്താണ് അത് ഇന്ററാക്ഷൻ ആണെങ്കിലും കിട്ടും. ഈ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വേപ്പർ പ്രഷർ കൂടുതൽ വരുന്ന സമയത്താണ് അല്ലേ. നോർമലി നമ്മൾ രണ്ട് സൊല്യൂഷൻ മിക്സ് ചെയ്യുമ്പോൾ എക്സ്പെക്ട് വേപ്പർ പ്രഷർ ഉണ്ടല്ലോ, അതിനേക്കാളും കൂടുതലായിരിക്കും വേപ്പർ പ്രഷർ. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ നോർമലി എക്സ്പെക്ടഡിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ ആ കേസിൽ എ ബി ഇന്ററാക്ഷൻ എന്താണ്? എ ഇന്ററാക്ഷനേക്കാളും ബി ഇന്ററാക്ഷനേക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും. അപ്പൊ ഇവിടെ ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മിക്സ് ചെയ്തപ്പോൾ ഉണ്ടാവുന്ന എൻതാൽപി ചേഞ്ച്. ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എ ബി ഇന്ററാക്ഷൻ എനേക്കാളും ബിനേക്കാളും എന്താണ് സ്ട്രോങ്ങർ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ പുതിയതായിട്ടുണ്ടായ ബോണ്ട് പഴയ ബോണ്ടിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോണ്ടാണ്. നമുക്കറിയാം ബോണ്ട് ഫോമിംഗ് എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് പ്രോസസ് ആണ് അല്ലേ. എൻഡോതെർമിക് പ്രോസസ് ആയതുകൊണ്ട് ഇവിടെ സ്ട്രോങ്ങർ ബോണ്ട് ഉണ്ടായത് കൊണ്ട് തന്നെ എന്താണ് ഡെൽറ്റ എച്ച് മിക്സ് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. മാത്രമല്ല ഇവരുടെ തമ്മിലുള്ള പാർട്ടിക്കിൾസിന്റെ ഇന്ററാക്ഷൻ സ്ട്രോങ്ങർ ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ വി എന്താണ് വി മിക്സ് അല്ലേ, സൊല്യൂഷന്റെ വോളിയം ഡെൽറ്റ വി മിക്സ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് വരും. ഓക്കെ, അതേപോലെ തന്നെ എ ബി ഇന്ററാക്ഷൻ ലെസ് ദാൻ എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും ആണെങ്കിൽ ഇല്ല, അപ്പൊ അവിടെ വേപ്പർ പ്രഷർ നോർമലി എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറവായിരിക്കും. അതിന് നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് വിളിക്കും. നോർമലി എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വേപ്പർ പ്രഷർ കുറവായിരിക്കും. ഇപ്പൊ എന്താണ് ഇവിടെ ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഒരു പറഞ്ഞത് തെറ്റിപ്പോയി, ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, പോസിറ്റീവ് ഡീവിയേഷനിൽ എ ബി ഇന്ററാക്ഷൻ ലെസ് ദാൻ എ ഇന്ററാക്ഷൻ ബി ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഉണ്ടായ ബോണ്ട് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഇന്ററാക്ഷനേക്കാൾ വീക്കർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇന്ററാക്ഷൻ വരുന്നതുകൊണ്ട് സ്ട്രോങ്ങർ ആയിരുന്ന ബോണ്ടിന് ആയിരുന്ന വീക്കർ ആയിട്ടുള്ള ബോണ്ടിലേക്ക് എത്തി. അപ്പൊ ഡെൽറ്റ എച്ച് ആ സ്ട്രോങ്ങർ ബോണ്ട് പൊട്ടിച്ചുകൊണ്ട് നമ്മൾ വീക്കർ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് ആയത്. പിന്നെ ഇന്ററാക്ഷന്റെ സ്ട്രെങ്ത് കുറവായതുകൊണ്ട് അവിടെ ഡെൽറ്റ വി മിക്സ് പോസിറ്റീവ് ആയി. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താ, ഇവിടെ പുതിയ ഇന്ററാക്ഷൻ ഉണ്ടായിരുന്ന ഇന്ററാക്ഷനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ വി മിക്സ്
പോസിറ്റീവോ ആയത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് രണ്ട് തരം ഇന്ററാക്ഷൻ ഉണ്ട്. ഒന്ന് പുതിയതായിട്ട് ഉണ്ടായ എ ബി ഇന്ററാക്ഷൻ, ഒന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഇന്ററാക്ഷൻസ് എ ഇന്ററാക്ഷൻസും ബി ബി ഇന്ററാക്ഷൻസ്. ഓക്കെ, അപ്പം രണ്ട് തരം ഡീവിയേഷൻസ് ആണ് റോൾസിൽ എന്നുള്ളത്, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ ഉണ്ടായ മിക്സിന്റെ വേപ്പർ പ്രഷർ നോർമൽ സോളിഡിനേക്കാളും കുറവായിരിക്കും, സോറി കൂടുതലായിരിക്കും എന്ന് പറ്റും. കൂടുതലായിരിക്കുമ്പോൾ ആ സമയത്ത് എന്താണ്, അവിടെ ഉണ്ടായ പുതിയ ഇന്ററാക്ഷൻ നേരത്തെ ഉണ്ടായിരുന്ന ഇന്ററാക്ഷനേക്കാളും വീക്കർ ആയത്. അപ്പം സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ പൊളിച്ചുകൊണ്ടോട്ട് വീക്കർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അതിൽ ഡെൽറ്റ എച്ച് മിക്സ് പോസിറ്റീവ് ആവും, പിന്നെ ഡെൽറ്റ വി മിക്സും പോസിറ്റീവ് ആവും. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് ഡീവിയേഷന്റെ കാര്യത്തിൽ. ഓക്കെ, അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. An aqueous solution of 2% non-volatile solute exerts a pressure of 1.004 bar at the normal boiling point of the solvent. What is the molar mass of the solute? ഇപ്പൊ എന്താണ്, നമ്മൾ 2% ഒരു സൊല്യൂഷൻ എടുക്കുന്നു, അതിന്റെ ബോയിലിംഗ് പോയിന്റിന്റെ സമയത്തുള്ള പ്രഷർ എന്താണ്, പേപ്പർ പ്രഷർ 1.004 ബാർ ആണ്. ഓക്കെ, നമുക്കറിയാം പ്യൂർ വാട്ടറിന്റെ പേപ്പർ പ്രഷർ എന്താണ്, P0 എന്ന് പറയുന്നത് എന്താണ്, 1.013 ബാർ അല്ലേ. ഇതാകുമ്പോഴാണ് ഇത് ബോയിൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ബോയിൽ ചെയ്ത് 1.004 ബാറിലാണ് അല്ലേ. എന്ന് വെച്ചാൽ ഇവിടുത്തെ പി വാല്യൂ എന്ന് പറയുന്നത് 1.004 ആണ്. ഓക്കെ, 2% സൊല്യൂഷൻ ആണ് തന്നേക്കുന്നത്. 2% സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 100 ഗ്രാം സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് 2 ഗ്രാം ആണ് നമ്മുടെ സോൾവെന്റ്. ഓക്കെ, അപ്പൊ 98 ഗ്രാം ഇപ്പൊ എന്തായിരിക്കും, നമ്മുടെ വാട്ടർ ആണ്. നമ്മുടെ ചോദ്യം ഇതാണ്, ഇവിടുത്തെ ആഡ് ചെയ്തേക്കുന്ന സൊല്യൂട്ടിന്റെ മോളാർ മാസ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമുക്ക് എന്ത് ഇക്വേഷൻ എഴുതാം, P0 മൈനസ് P ബൈ P0 ഈക്വൽ ടു ബി, അല്ലെങ്കിൽ എന്തെഴുതാം, ഈക്വൽ ടു നമുക്ക് NB ബൈ NA പ്ലസ് NB എന്ന് എഴുതാം അല്ലേ. പക്ഷെ ഇവിടെ വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് അല്ലേ, 2% സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ എന്താ, ഈ NA പ്ലസ് NB നമുക്ക് എന്താ, NA പ്ലസ് NB നമുക്ക് അപ്രോക്സിമേറ്റ് എന്തായിട്ട് എടുക്കാം, NA ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ എന്ത് വരും, P0 മൈനസ് P ബൈ P0 ഈക്വൽ ടു NB ബൈ NA എന്ന് വരും. പക്ഷെ എന്താ പറയുക, 1.013 മൈനസ് 1.004 ബൈ 1.013 അത് ഈക്വൽസ് എന്ത് വരും, NB എന്ന് പറഞ്ഞാൽ എന്താ, ആഡ് ചെയ്തേക്കുന്നത് 2 ഗ്രാം സോൾവെന്റ് അല്ലേ. അപ്പൊ WB ബൈ MB ഇൻറ്റു WA ഇൻറ്റു MA എന്താ വരിക, 0.009 ബൈ 1.013 ഈക്വൽസ് WB എത്ര, 2 ഗ്രാം നമ്മൾ ഇട്ടേക്കുന്നത്. മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ എത്ര, 18. MB നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് WA ഇവിടെ 98 ഗ്രാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്ത് MB എടുക്കും. അപ്പൊ MB യുടെ വാല്യൂ എന്താ, MB ഈക്വൽ ടു നമുക്ക് 2 ഇൻറ്റു 18 ഇൻറ്റു 1.013 ബൈ 0.009 ഇൻറ്റു 98 എന്ന് വരും. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 41.34 വരും. അപ്പൊ 41.34 ആണ് നമ്മുടെ സൊല്യൂട്ടിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഹെപ്റ്റേൻ ആൻഡ് ഒക്ടേൻ ഫോം ആൻ ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ ഹെപ്റ്റേനും ഒക്ടേനും കൂടെ ചേർന്ന ഒരു ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാകുന്നു. At 373 Kelvin, the vapor pressure of the two liquid components are 105.2 kilopascal and 46.8 kilopascal. എന്താണ്, ഇപ്പം പ്യൂർ സോൾവെന്റ്സ് അത് മാത്രം എടുത്ത് 373 കെൽവിനുള്ള അവരുടെ വേപ്പർ പ്രഷർസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വാട്ട് വിൽ ദ വേപ്പർ പ്രഷർ ഓഫ് മിക്സ്ചർ ഓഫ് 26 ഗ്രാം ഓഫ് ഹെപ്റ്റേൻ ആൻഡ് 35 ഗ്രാം ഓഫ് ഒക്ടേൻ. ഇപ്പൊ 26 ഗ്രാം ഹെപ്റ്റേനും 35 ഗ്രാം ഒക്ടേനും കൂടെ ചേർന്നിട്ടുള്ള സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്തായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് 105.2 കിലോ പാസ്കൽ ആദ്യം തന്നേക്കുന്നു വേപ്പർ പ്രഷർ. അത് എന്തിന്റെയാണ്, അത് ഹെപ്റ്റേന്റെ 105.2 കിലോ പാസ്കൽ. അതാണെന്ത്, ഇപ്പൊ P ഈക്വൽ ടു KH എടുക്കുകയാണെങ്കിൽ എക്സ് എന്താണ്, ഇവിടെ പ്യൂർ സോൾവെന്റ് ആകുമ്പോൾ എക്സ് എന്താണ്, സോളിബിലിറ്റി ഒന്നുമില്ല, KH ന്റെ വാല്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് KH വാല്യൂ തന്നേക്കുന്ന KH വാല്യൂ ഓഫ് ഹെപ്റ്റേൻ ആണ് തന്നേക്കുന്നത്, ഇത്രയും കിലോ പാസ്കൽ. ഇപ്പൊ 46.8 കിലോ പാസ്കൽ ആണെന്ത്, KH വാല്യൂ ഓഫ് ഒക്ടേൻ നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, ഇപ്പൊ 26 ഗ്രാം ഹെപ്റ്റേനും 36 ഗ്രാം ഒക്ടേനും കൂടെ ചേർത്താൽ വരുന്ന എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്താണ് ഹെപ്റ്റേന്റെ വേപ്പർ പ്രഷറിനെ ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് നമുക്ക് P ഈക്വൽ ടു KH ഇൻറ്റു എക്സ് അല്ലെങ്കിൽ കൈ ഇട്ടാം. അപ്പൊ എന്താണ് വേപ്പർ പ്രഷർ ആദ്യം ഹെപ്റ്റേനെ കണ്ടുപിടിക്കാം. ഹെപ്റ്റേന്റെ കേസിലുള്ള ആദ്യം കണ്ടുപിടിക്കാം. ഹെപ്റ്റേന്റെ കേസിലാണെങ്കിൽ വേപ്പർ പ്രഷർ P എന്താണ് P എഴുതുക. അപ്പൊ ഓരോന്നിന്റെ മോൾ ഫ്രാക്ഷൻ നമുക്ക് ആദ്യം വേണം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, ഹെപ്റ്റേൻ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാ, ഗിവൺ മാസ് അല്ലെ, ഗിവൺ മാസ് എത്ര തന്നേക്കുന്ന 26 ഗ്രാം തന്നേക്കുന്നത്. അതിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്, ഹെപ്റ്റേന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ത് വരും, N എന്ന് പറയുന്നത് വരും, NH എന്ന് പറയുന്നത് 26/100 എന്ന് വരും അല്ലെ, എന്ന് വെച്ചാൽ 0.26. അതേപോലെ തന്നെ ഒക്ടേൻ്റെ എടുക്കുക. ഒക്ടേൻ നമുക്ക് തന്നേക്കുന്ന മാസ് 35 ഗ്രാം ആണ് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 114 ആണ്.
ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ത് വരും 35/114 എന്ന് വരും. നമുക്ക് 0.307 കിട്ടി. ഇപ്പൊ രണ്ടിന്റെയും നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടി. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം അല്ലേ. ഇപ്പൊ മോൾ ഫ്രാക്ഷൻ ഏതെങ്കിലും ഒന്നിന്റെ കണ്ടുപിടിച്ചാൽ മറ്റൊന്നിന്റെ 1 മൈനസ് ചെയ്താൽ മതി. നമുക്ക് ഹെപ്റ്റേന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് ഹെപ്റ്റേൻ എന്താ വരിക, ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് എത്ര 0.26 ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്ര 0.26 പ്ലസ് 0.307 വരും അല്ലേ. എത്ര ഇത് 0.458 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ഒക്ടേൻ നമുക്ക് കിട്ടുമല്ലോ. മോൾ ഫ്രാക്ഷൻ ഓഫ് ഒക്ടേൻ നമുക്ക് എന്ത് വരും 1 മൈനസ് 0.45 ഇപ്പൊ അത് 0.541. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതേപോലെ നേരത്തെ ഹെപ്റ്റേൻ എടുത്ത പോലെ തന്നെ 0.307 ബൈ 0.26 പ്ലസ് 0.307 വരും. അങ്ങനെ എടുത്താൽ എനിക്ക് ആൻസർ തന്നെ കിട്ടും. ഓക്കെ, ഓരോന്നിന്റെയും മോൾ ഫ്രാക്ഷൻ കിട്ടി. മോൾ ഫ്രാക്ഷൻ കിട്ടി എന്തായിട്ട് വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാൻ ഫോർമുല നമുക്ക് അറിയാം, P is equal to KH into X ആണ്. അപ്പം ഹെപ്റ്റേന്റെ വേപ്പർ പ്രഷർ ആണെങ്കിൽ KH-ന്റെ വാല്യൂ നമുക്ക് നേരത്തെ അറിയാം. തന്നേക്കുന്ന പ്രഷർ വാല്യൂ എത്രയാണ് 105.2 ആണ്. അപ്പൊ അതിന്റെ യൂണിറ്റ് ഒന്നും മാറ്റുന്നില്ല. അപ്പൊ നമുക്ക് യൂണിറ്റ് മാറ്റാത്തതിന് കാരണം നമുക്ക് വേണ്ട ഫൈനൽ ആൻസറും വേണ്ട എന്താണ് കിലോ പാസ്കൽ നമുക്ക് ഈ ആൻസർ കിട്ടും നമ്മൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ 105.2 അത് ഇൻറ്റു അതിന്റെ മോൾ ഫ്രാക്ഷൻ 0.458 എന്ന് വരും. എന്നുവെച്ചാൽ നമുക്ക് 48.18 കിലോ പാസ്കൽ എന്ന് വരും. ഓക്കെ, അതേപോലെ തന്നെ ഒക്ടേന്റെ പാർഷ്യൽ പ്രഷർ KH വാല്യൂന്റെ 46.8 ആണ്. 46.8 ഇൻറ്റു 0.541 അതിന്റെ മോൾ ഫ്രാക്ഷൻ അത് നമുക്ക് 25.31 എന്ന് വരും. ഇത്രയും കിലോ പാസ്കൽ. അപ്പൊ ടോട്ടൽ വേപ്പർ പ്രഷർ എന്താ വരിക, ടോട്ടൽ വേപ്പർ പ്രഷർ PT ഇടാം. അതെന്താണ് 48.18 പ്ലസ് 25.31 എന്ന് വരും. കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 73.5 ഇത്രയും കിലോ പാസ്കൽ എന്ന് കിട്ടും. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകും. The vapor pressure of water is 12.3 kilopascal at 300 Kelvin. Calculate vapor pressure of 1 molar solution of a non-volatile solute in it. ഇപ്പോൾ ഒരു 1 molar സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം 300 കെൽവിനുള്ള അതിന്റെ വേപ്പർ പ്രഷർ തന്നേക്കുന്നത് എത്രയാണ് 12.3 കിലോ പാസ്കൽ. അപ്പൊ അതാണ് നമുക്ക് തന്നേക്കുന്ന P0 വാല്യൂ അതാണ്. ഓക്കെ, അപ്പൊ P0 എന്ന് വന്നേക്കുന്ന സാധനമാണ് 12.3 കിലോ പാസ്കൽ. നമുക്ക് P-യുടെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഒരു മോളാൽ സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, 1 മോളാൽ സൊല്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ 1 മോളാൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വെച്ചാൽ എന്താണ് വെച്ചാൽ 1 മോൾ ഓഫ് സൊല്യൂട്ട് അല്ലെ, 1 മോൾ ഓഫ് സൊല്യൂട്ട് ഇൻ എത്ര 1 kg സോൾവെന്റ് അല്ലേ. എന്നുവെച്ചാൽ ഇവിടെ സോൾവെന്റ് ആയിട്ട് നമുക്ക് വാട്ടർ ആണ് എടുക്കേണ്ടത്. ഓക്കെ, 1 മോൾ സൊല്യൂട്ട് ഉണ്ട് എത്ര 1 kg സോൾവെന്റ്. 1 മോൾ സൊല്യൂട്ട് നമുക്ക് 1 kg സോൾവെന്റ് എത്ര മോളാണ് 1 kg സോൾവെന്റ് എന്ന് പറഞ്ഞാൽ 1 kg വാട്ടർ അല്ലേ. എന്നുവെച്ചാൽ 1 kg വാട്ടർ എത്ര മോളാണെന്ന് നമുക്ക് അറിയണം. ഇപ്പൊ NB നമുക്ക് കിട്ടി. NB എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. B എന്ന് പറയുന്നത് എപ്പോഴും സൊല്യൂട്ട് ആണെന്ന് ആലോചിച്ചു. ഓക്കെ, 1 മോൾ ആണ് കിട്ടി. അടുത്ത NA ആണ് കണ്ടുപിടിക്കും. ഇപ്പൊ NA എന്ന് പറയുമ്പോൾ എത്ര NA എന്ന് പറഞ്ഞാൽ സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസ് വെച്ചാൽ ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. ഗിവൺ മാസ് എത്ര 1000 ഗ്രാം അല്ലേ. 1 കിലോഗ്രാം ആണ് 1000 ഗ്രാം ബൈ മോളിക്കുലർ മാസ് 18 ആണ്. അത് നമുക്ക് 55.56 എന്ന് വരും. ഓക്കെ, ഇത്രയും മോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം അല്ലേ. മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്താ NB ബൈ NA പ്ലസ് NB അല്ലേ. ഇട്ട് കൊടുത്താൽ NB-യുടെ വാല്യൂ 1/1 പ്ലസ് 55.56 എന്ന് വെച്ചാൽ 1/56.56. ഇത് നമുക്ക് 0.0176 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിക്രീസ് എന്താ P0 മൈനസ് P ബൈ P0 അത് ഈക്വൽസ് IB എന്നാണ്. ഇതിനൊന്ന് മോഡിഫൈ ചെയ്ത് നമുക്ക് എഴുതാം 1 മൈനസ് P ബൈ P0 അത് ഈക്വൽ ടു IB എന്ന് എഴുതാം. അല്ലെങ്കിൽ P ബൈ P0 ഈക്വൽ ടു 1 മൈനസ് IB എന്ന് എഴുതാം. ഇതിൽ P ഈക്വൽ ടു നമുക്ക് P0 ഇൻറ്റു 1 മൈനസ് IB എന്ന് എഴുതാം. ആണെങ്കിൽ P-യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. P ഈക്വൽ ടു P0 നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ 12.3 കിലോ പാസ്കൽ തന്നിട്ടുണ്ട്. കിലോ പാസ്കലിൽ തന്നെ എഴുതുന്നു കാരണം നമുക്ക് വേണ്ട പ്രഷർ നമ്മൾ കിലോ പാസ്കലിൽ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അതിന്റെ 1 മൈനസ് IB നമുക്ക് എത്ര കിട്ടിയത് 0.0176 ആണ്. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 12.082 എന്ന് വരും. ഇത്രയും കിലോ പാസ്കലാണ് നമുക്ക് ഈ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എടുക്കും. 18ാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ഇപ്പൊ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ മോളാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ MB വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. Which should be dissolved in 114 gram octane to reduce its vapor pressure to 80%. അപ്പൊ ആദ്യം ഒക്ടൈൻ ഒരു വേപ്പർ പ്രഷർ ഉണ്ടായിരുന്നു P0. ഓക്കെ, അതിന്റെ 80% ആക്കണം പുതിയ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ P വാല്യൂ എന്ന് പറയുന്നത് P0ന്റെ 80% ആക്കണം. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര സൊല്യൂട്ട് ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം വേണ്ട ഫൈനൽ പ്രഷർ പി എന്ന് പറയുന്നത് എന്താണ്? പി എന്ന് പറയുന്നത് 80% ഓഫ് P0 ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് 0.8 P0 ആണ് പിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം. P0 മൈനസ് പി ബൈ P0 ഇക്വൽ ടു IB അല്ലേ, NB ബൈ NA പ്ലസ് NB. അല്ലെങ്കിൽ എഴുതാം P0 മൈനസ് പിയുടെ വാല്യൂ എന്താണ്? 0.8 P0 അല്ലേ, 0.8 P0 ബൈ P0 അത് ഇക്വൽ ടു NBക്ക് എന്താ WB ബൈ MB ബൈ NA പ്ലസ് NB അല്ലേ, NA പ്ലസ് NB. അതിന് നമുക്ക് WB ബൈ MB ഇൻറ്റു WA ബൈ MA ഇതാണ് നമുക്ക് വരുന്നത്. അതിന്റെ വാല്യൂസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം. ഇത് 0.2 എന്ന് വരും, 0.2 P0 ബൈ P0 എന്ന് വരും. അത് P0 കട്ട് ചെയ്ത് 0.2 ഈക്വൽ ടു WB. നമുക്ക് എത്ര ആഡ് ചെയ്യണം അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പ്ലസ് ആണ്. ഓക്കെ, WB ആണ് നമുക്ക് വേണ്ടത് ബൈ MB. നമുക്ക് മാസ് തന്നിട്ടുള്ള എത്രയാണ്? നമുക്ക് ഒക്ടേൻ തന്നേക്കുന്നത് ഇത് WB ബൈ മോളാർ മാസ് തന്നേക്കുന്നത് 40 ആണ്. ഓക്കെ, അത് ഡിവൈഡ് ബൈ WB ബൈ 40 പ്ലസ് WA. നമുക്ക് ഒക്ടേൻ എടുത്തേക്കുന്നത് 114 ഗ്രാം ആണ്. ഓക്കെ, ഒക്ടേന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 114. ഇങ്ങനെയാണ് നമുക്ക് ഫോർമുല വരിക. അപ്പം 0.2 ഈക്വൽ ടു നമുക്ക് WB ബൈ 40 ഇൻറ്റു WB ബൈ 40 ഇൻറ്റു പ്ലസ് 1 എന്ന് വരും. എന്ന് വെച്ചാൽ നമുക്ക് 0.2 ഈക്വൽസ് WB ബൈ ആ 40 ഭാഗത്തെ ഇട്ട് കൊടുത്താൽ WB പ്ലസ് 40 എന്ന് വരും. ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 0.2 WB പ്ലസ് 2/10 ഇൻറ്റു 40 ഈക്വൽസ് WB എന്ന് വരും. ഇത് 4 വരും. നമുക്കത് മൊത്തത്തിൽ 8 ആവും. അപ്പം 0.8 WB എന്ന് പറയുന്നത് ഈക്വൽ ടു 8 വരും. WB ഈക്വൽ ടു 8 ബൈ 0.8 നമുക്ക് 10 വരും. 10 ഗ്രാം സൊല്യൂട്ട് ആഡ് ചെയ്താൽ നമുക്ക് വേപ്പർ പ്രഷർ നേരത്തെ ഉള്ളതിന്റെ 80% ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 19ാമത്തെ ക്വസ്റ്റ്യൻ. എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30 ഗ്രാം ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ 30 ഗ്രാം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. എത്ര വാട്ടർ ആണ് ആഡ് ചെയ്തത്? 90 ഗ്രാം വാട്ടറിൽ നമ്മൾ 30 ഗ്രാം സൊല്യൂട്ട് ആഡ് ചെയ്തു. അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട് 2.8 കിലോ പാസ്കൽ ആണ്. ഓക്കെ, പിന്നെ അതിലേക്ക് ആ സൊല്യൂഷനിലേക്ക് നമ്മൾ എന്താണ് ഫർദർ 18 ഗ്രാം ഓഫ് വാട്ടർ ഇസ് ദെൻ ആഡ് ടു ദ സൊല്യൂഷൻ. അതായത് നമ്മൾ 18 ഗ്രാം വെള്ളം കൂടി വീണ്ടും ആഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിന്റെ പുതിയ വേപ്പർ പ്രഷർ ഇപ്പൊ എന്തായി? അതിന്റെ പുതിയ വേപ്പർ പ്രഷർ 2.9 കിലോ പാസ്കൽ ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം, പ്യുവർ വാട്ടറിന്റെ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ആദ്യത്തെ കേസ് എടുക്കാം. ആദ്യത്തെ കേസിൽ P0 നമുക്ക് അറിഞ്ഞൂടാം, മൈനസ് പി പുതിയ അവിടുത്തെ വേപ്പർ പ്രഷർ എന്തായിരുന്നു? 2.8 കിലോ പാസ്കലാണ്. അത് 2.8 അതേപോലെ വരുന്നു ബൈ P0 അത് നമുക്ക് അറിഞ്ഞത് ഇക്വൽ ടു IB അല്ലേ, NB ബൈ NA പ്ലസ് NB ആണ്. എത്ര സൊല്യൂട്ട് ആണ് ഇവിടെ ആഡ് ചെയ്തത്? 30 ഗ്രാം സൊല്യൂട്ട് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 30 ബൈ MB അല്ലേ, NB എന്ന് പറയുന്നത് എന്താണ് WB ബൈ MB ആണ്. അത് അതേപോലെ ഇടുന്നു 30 ബൈ MB പ്ലസ് എത്രയാണ് ഇവിടെ വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ്? 90 ഗ്രാം വാട്ടർ ആണ്. 90 ഗ്രാം വാട്ടർ എന്ന് പറഞ്ഞാൽ 5 മോൾ വാട്ടർ ആണ്. ആ 5 ഇവിടെ ഇടാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ 18 ഗ്രാം വെള്ളം കൂടെ ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ എന്തായിട്ട് മാറി? 2.9 ആയിട്ട് മാറി. 2.9 കിലോ പാസ്കൽ. 2.9 ബൈ P0 ഈക്വൽസ് 30 ബൈ MB പ്ലസ് 30 ബൈ MB പ്ലസ് എത്ര? ഇപ്പൊ 6 മോൾ വാട്ടർ ഇല്ലേ, 90 18 കൂടെ ആയിരുമ്പോൾ 6 മോളായി. അങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇതിൽ നമ്മൾ സോൾവ് ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ 1/2 ചെയ്താൽ എന്താ വരിക? P0 കട്ടായിപ്പോ അപ്പൊ നമുക്ക് P0 മൈനസ് 2.8 ബൈ P0 മൈനസ് 2.9. രണ്ടിടത്തും 30 ബൈ MB കട്ടായി പോവും. അപ്പം 30 ബൈ M പ്ലസ് 6 ബൈ 30 ബൈ M പ്ലസ് 5 എന്ന് വരും. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർമുല കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്താൽ 1 മൈനസ് 2.8 ബൈ P0 ഈക്വൽ ടു എന്താ വരിക? 30 ബൈ MB അകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പം 30 പ്ലസ് 5 MB വരും. 1 മൈനസ് 30 ബൈ 30 പ്ലസ് 5 M ഈക്വൽ ടു 2.8 ബൈ P0 എന്ന് വരും. എന്ന് വെച്ചാൽ 2.8 ബൈ P0 അത് ഈക്വൽ ടു 30 പ്ലസ് 5M മൈനസ് 30 പ്ലസ് 5 M. 2.8 ബൈ P0 ഈക്വൽസ് എന്ത് വരും? 5M ബൈ 30 പ്ലസ് 5M എന്ന് വരും. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ P0 ബൈ 2.8 അത് ഈക്വൽ ടു നമുക്ക് 30 ബൈ 5M പ്ലസ് 5M ബൈ 5M എന്ന് വരും. P0 ബൈ 2.8 നമുക്ക് 6 ബൈ M പ്ലസ് 1 എന്ന് വരും. ഓക്കെ,
ഡിവിഷൻ നമുക്ക് ചെയ്യണം. ഡിവിഷൻ ചെയ്താൽ ഇക്വേഷൻ നല്ല കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫോർമുല നമുക്ക് ഈ ഒരു ഫോർമുലയാണ് കിട്ടിയത്. ഓക്കെ, ഇതൊരു ഫോർമുല. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ഫോർമുല നമ്മൾ സോൾവ് ചെയ്യും. പി സീറോ മൈനസ് 2.9 ബൈ പി സീറോ. ഓക്കെ, 1 മൈനസ് 2.9 ബൈ പി സീറോ നമുക്ക് എന്ത് വരും? 30 ബൈ എം ബി അകത്തേക്ക് താഴേക്ക് ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് 30 പ്ലസ് 6 എം വരും. എം ബി നമുക്ക് എം എന്ന് എഴുതാം, വേറെ വേരിയബിൾസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 മൈനസ് 30 ബൈ 30 പ്ലസ് 6 എം ഈക്വൽ ടു 2.9 ബൈ പി സീറോ എന്ന് വരും. 30 പ്ലസ് 6 എം മൈനസ് 30 ബൈ 30 പ്ലസ് 6 എം ഈക്വൽ ടു പി സീറോ 2.9 ബൈ പി സീറോ. ഇതും കട്ടായി പോകും. രണ്ടിനെ രണ്ട് സെൽ റെസിപ്രോക്കൽ എടുത്താൽ 2.9 ബൈ പി സീറോ അല്ല, അതിന്റെ റെസിപ്രോക്കൽ പി സീറോ ബൈ 2 എം വരും. 2.9 ഈക്വൽ ടു 30 ബൈ 6 എം എന്ന് പറയുന്നത് എത്ര? 5 ബൈ എം എന്ന് വരും അല്ലേ? 5 ബൈ എം പ്ലസ് 6 എം ബൈ 6 എം 1 വരും. ഓക്കെ, പിന്നെ രണ്ട് ഫോർമുല നമുക്ക് കിട്ടി. ഇത് സെക്കൻഡ് ഫോർമുല. എന്നിട്ട് നമ്മൾ 1/2 ചെയ്യാം. അപ്പൊ 1/2 ഇവിടെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി സീറോ ബൈ 2.8 ബൈ പി സീറോ ബൈ 2.9 അത് ഈക്വൽ ടു എന്ത് വരും? 6 ബൈ എം പ്ലസ് 1 ബൈ 5 ബൈ എം പ്ലസ് പി സീറോ കട്ടാവും. അപ്പൊ നമുക്ക് 2.9 ബൈ 2.8 അത് ഈക്വൽ ടു എന്ത് വരും? 6 പ്ലസ് എം ബൈ എം രണ്ടിടത്തും മേലും താഴെ കട്ടായി 5 പ്ലസ് എം വരും. ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 2.9 ഇൻറ്റു 5 പ്ലസ് 2.9 എം ഈക്വൽസ് 2.8 ഇൻറ്റു 6 പ്ലസ് 2.8 എം. 2.9 മൈനസ് എം മൈനസ് 2.8 എം ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പൊ നമുക്ക് 0.1 എം അത് ഈക്വൽ ടു 2.8 ഇൻറ്റു 6 മൈനസ് 2.9 ഇൻറ്റു 5 എന്ന് വരും. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മോളിക്കുലർ മാസ് എം ഈക്വൽ ടു നമുക്ക് 23 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കിട്ടി. ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് കിട്ടിയാൽ നമുക്ക് പി സീറോ വാല്യൂ ഏതെങ്കിലും ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് പി സീറോ വാല്യൂ കിട്ടും അല്ലേ? നമുക്ക് ഈ ഇക്വേഷനെ ഇട്ട് കൊടുക്കാം. പി സീറോ എന്താണ്? എമ്മിന്റെ വാല്യൂ അറിയാം, 23 എന്ന് കിട്ടി. അത് ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പി സീറോ ബൈ 2.8 അത് ഈക്വൽ ടു 6 ബൈ 23 പ്ലസ് 1 എന്ന് വരും. പി സീറോ ബൈ 2.8 എന്ന് പറയുന്നത് 23 പ്ലസ് 6 29 വരും. 29 ബൈ 23 വരും. അതാണെങ്കിൽ പി സീറോ ഈക്വൽ ടു 29 ബൈ 23 ഇൻറ്റു 2.8 എന്ന് വരും. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് 3.53 ഇത്രയും എന്താണ് നമ്മൾ എല്ലാം കിലോ പാസ്കൽ ഉണ്ട്. അതിപ്പോൾ ഇത്രയും കിലോ പാസ്കലാണ് വാട്ടറിന്റെ വേപ്പർ പ്രഷർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യൻ 5% സൊല്യൂഷൻ ബൈ മാസ്. അപ്പൊ നമുക്ക് മാസ് പെർസെന്റ് ആണ് തന്നേക്കുന്നത്. 5% സൊല്യൂഷൻ മാസ് ഓഫ് കെയിൻ ഷുഗർ ഇൻ വാട്ടർ ഹാസ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് 271 കെൽവിൻ. ഓക്കെ, അപ്പൊ 5% സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് 271 കെൽവിൻ അത് നമുക്ക് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് 5% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ഇഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ വാട്ടർ ഇസ് 273.15. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് സെന്റൻസ് എന്തിനാണ് തന്നേക്കുന്നത്? ഇത് നമുക്ക് കെ ബിയുടെ വാല്യൂ കെ എഫിന്റെ വാല്യൂ നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം. അതിന് വേണ്ടിയാണ് ഈ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് അത് തന്നിരിക്കുന്നത് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് 271 കെൽവിൻ ആണ് തന്നിട്ടുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ ടി ബി എന്ന് പറയുന്നത് 271 കെൽവിൻ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. T0 ബി എന്ന് പറയുന്നത് എത്രയാണ്? 273.15 കെൽവിൻ. അങ്ങനെയെങ്കിൽ ഡെൽറ്റ ടി ബി ടി എഫ് ആണ്. ടി എഫ് T0. അപ്പോൾ ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് എന്താണ്? T0F മൈനസ് ടി എഫ് ആണ്. എന്ന് വെച്ചാൽ 273.15 മൈനസ് 271 എന്ന് വെച്ചാൽ 2.15 കെൽവിൻ ആണ് ഇവിടെ ഉണ്ടായ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഡെൽറ്റ ടി എഫിന്റെ ഫോർമുല എന്താണ്? അത് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി ആണ് അല്ലേ? നമ്മൾ ആഡ് ചെയ്തിരുന്ന എത്രയാണ്? ഇവിടെ 5% സൊല്യൂഷൻ ആണ് മാസ് പെർസെന്റ്. അപ്പൊ 5 ഗ്രാം 5% സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 5% സൊല്യൂഷൻ ബൈ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഗ്രാം ഇതാണ് അത് തന്നേക്കുന്നത് കെയിൻ ഷുഗർ അല്ലേ? 5 ഗ്രാം കെയിൻ ഷുഗർ 100 ഗ്രാം സൊല്യൂഷൻ അല്ലേ? 5 ഗ്രാം കെയിൻ ഷുഗർ ഇൻ 100 ഗ്രാം സൊല്യൂഷൻ അല്ലെങ്കിൽ 98 ഗ്രാം വാട്ടറിൽ. ഇപ്പൊ മൊളാലിറ്റി എന്താ വരെ? മൊളാലിറ്റി നമുക്ക് ഇവിടെ വേണ്ടത് 5 ഗ്രാം കെയിൻ ഷുഗർ അല്ലെ? ഇപ്പം സുക്രോസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പൊ സുക്രോസിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 342 ആണ് കെയിൻ ഷുഗർ. ഓക്കെ, മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? WB ബൈ MB, നമ്പർ ഓഫ് മോൾസ്. ഇപ്പൊ 5 ബൈ 342 ബൈ എന്താണ്? മാസ് ഓഫ് സോൾവെന്റ് ഇൻ kg അല്ലേ? ബൈ 98 ഇൻറ്റു മേളിൽ 1000. ഇത് നമുക്ക് ഏകദേശം 0.146 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും മൊളാൽ എന്ന് കിട്ടും. മൊളാലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഡെൽറ്റ ടി എഫ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2.15 കെൽവിൻ എന്ന് പറയുന്നത് എന്താണ്? കെ എഫ് ഇൻറ്റു ഇവിടുത്തെ മൊളാലിറ്റി 0.146 എന്ന് കിട്ടി. അവിടെ നിന്ന് നമുക്ക് കെ എഫിന്റെ വാല്യൂ കിട്ടി. അപ്പൊ കെ എഫിന്റെ വാല്യൂ നമുക്ക് ഇതേപോലെ തന്നെ ഇട്ടായിരിക്കും. കെ എഫ് ഇക്വൽ ടു നമുക്ക്
15 by 0.146 എന്ന് വരും. എന്ന് വെച്ചാൽ അത് 14.726 ആണ്. അപ്പൊ കെ എഫ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കാണാം. കെ എഫ് വാല്യൂ കിട്ടിയ എന്താ, നമ്മളിപ്പം വാട്ടറിൽ നമ്മൾ 5% ഗ്ലൂക്കോസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, കെയിൻ ഷുഗറിന്റെ ഫോർമുല C18H22O11 ആണ്. അതേപോലെ തന്നെ ഇവിടെ ഗ്ലൂക്കോസ് ആണ് ഇവിടെ ആയത്. അപ്പം ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്ന് പറയുന്നത് C6H12O6 ആണ്. അല്ലേ, C12H22O11. അപ്പൊ അതിന്റെ ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല ഇത് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? മോളിക്കുലർ മാസ് നമ്മൾ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 180 വരും. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് ഡെൽറ്റ ടി എഫ് എത്രയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ഫ്രീസിംഗ് പോയിന്റ് എത്ര നമ്മൾ കണ്ടുപിടിക്കണം. അല്ലേ, ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം ആണ്. എന്ന് വെച്ചാൽ ഇവിടെ 98 അല്ല, 5% ബാക്കി നമുക്ക് 95 ആണ്. തെറ്റിപ്പോയതാണ്. ഓക്കെ, ഡെൽറ്റ ടി എഫ് എന്ന് വെച്ചാൽ T0F മൈനസ് ടി എഫ്. ടി എഫ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അത് ഈക്വൽ ടു എന്താണ്? കെ എഫ് ഇൻറ്റു എം. എന്ന് വെച്ചാൽ ആഡ് ചെയ്തത് 5 ഗ്രാം ഗ്ലൂക്കോസ് ആണ്. 5 WB by MB. അതിന്റെ മോളിക്കുലർ മാസ് എത്ര? 180. അതിന്റെ WA ബാക്കി എത്ര? 95 ml സോൾവെന്റ്, 95 ഗ്രാം സോൾവെന്റ് ആണ്. അത് ഇൻറ്റു 1000. T0 നമുക്ക് ക്വസ്റ്റ്യൻ അറിയാം, 273.15 കെൽവിൻ ആണ്. മൈനസ് ടി എഫ് അത് ഈക്വൽ ടു കെ എഫിന്റെ വാല്യൂ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാണ് എത്ര? 14.726 എന്നുള്ളത്. അത് ഇൻറ്റു 5 ഇൻറ്റു 1000 ബൈ 180 ഇൻറ്റു 95 ആണ്. അപ്പൊ ടി എഫിന്റെ വാല്യൂ നമുക്ക് ഇത് സോൾവ് ചെയ്ത് നമുക്ക് ഇത് കിട്ടും. ടി എഫിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 269.07 കെൽവിൻ. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതാണ്. ഓക്കെ, ഫോർമുല AB2 ആൻഡ് AB4. അപ്പൊ എന്താണ്? എയും ബിയും കൂടെ ചേർന്ന് രണ്ട് തരം കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നുണ്ട്, AB2 ഉം AB4 ഉം. ഡിസോൾവ്ഡ് ഇൻ 20 gram of benzene, 1 gram of AB2 lowers the freezing point by 2.3 Kelvin. ഓക്കെ, ഇപ്പൊ 1 gram AB2 ഇടുമ്പോൾ എന്താണ്? ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് 2.3 കെൽവിൻ തന്നിട്ടുണ്ട്. പക്ഷെ 1 gram AB4 ഇടുമ്പോൾ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് 1.3 കെൽവിൻ തന്നിട്ടുണ്ട്. രണ്ടിന്റെയും മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്താണ്? കെ എഫ് വാല്യൂ തന്നിട്ടുണ്ട്, 5.1 ആണ്. അങ്ങനെ രണ്ടിന്റെ അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ AB2 ഉം AB4 ഉം ഉണ്ടല്ലേ. അല്ലെ, എയുടെ മോളിക്കുലർ മാസ് നമ്മൾ എയിൽ നിന്ന് എടുക്കുന്നു, ബിയുടെ അത് ബി നിന്ന് എടുക്കുന്നു. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എയും ബി ഇട്ട് കൊടുത്ത് അതിന്റെ മോളിക്കുലർ മാസ് ആണ് ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 2.3 കെൽവിൻ ആണ്. അല്ലേ, അപ്പം ഡെൽറ്റ ടി ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം ആണ്. ഫസ്റ്റ് കേസിലാണെങ്കിൽ 2.3 കെൽവിൻ ആണ് പറഞ്ഞത്. അപ്പൊ 2.3 ഈക്വൽ ടു എത്ര? കെ എഫിന്റെ വാല്യൂ 5.1 ആണ്. 5.1 ഇൻറ്റു ആഡ് ചെയ്തത് 1 ഗ്രാം ആണ്. 1 അതിന്റെ മോളിക്കുലർ മാസ് എന്താ? AB2 അല്ലേ, അപ്പം A+2B ആണ്. A+2B ബൈ എന്താണ്? എത്ര സോൾവെന്റ് നമ്മൾ എടുത്തത്? 20 ഗ്രാം ബെൻസീൻ ആണ് എടുത്തത്. അപ്പൊ 20 ഇൻറ്റു 1000. ഓക്കെ, ഇവിടെ നിന്ന് A+2 എന്താണ്? എയുടെ ബിയുടെയും കൂടെ ചേർന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ ഇത് പോകും, ഇത് 50 വരും. ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ A+2B ഒരു ഇക്വേഷൻ കിട്ടും. A+2B എന്താ കിട്ടുക? A+2B ഈക്വൽ ടു നമുക്ക് 110.87 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുക. രണ്ടാമത് തന്നിരിക്കുന്നത് എന്താണ്? 1 ഗ്രാം AB4 ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിപ്രഷൻ ഫേസിംഗ് പോയിന്റ് എത്രയാണ്? എന്താണ്? 1.3 കെൽവിൻ ആണ്. 1.3 എന്ന് പറയുന്നത് എന്താണ്? 1.3 കെ എഫിന്റെ വാല്യൂ 5.1 ഇൻറ്റു 1 ബൈ A+4B ബൈ 20 ഇൻറ്റു 1000. ഇതിൽ നമുക്ക് സോൾവ് ചെയ്ത് നമുക്ക് A+4B ഈക്വൽ ടു ഒരു പുതിയ ഇക്വേഷൻ കിട്ടും. A+4B ഈക്വൽ ടു 196.15 എന്ന് കിട്ടും. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എയും ബിയും കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഇപ്പൊ 2 - 1 ചെയ്താൽ 2 - 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 - 1 ചെയ്താൽ നമുക്ക് എയും എയും കട്ടായപ്പോൾ 4B - 2B 2B എന്ന് കിട്ടും. 2B ഈക്വൽ ടു 196.15 മൈനസ് 110.87 എന്ന് കിട്ടും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും 42.64 എന്ന് കിട്ടും. ഇത്രയും യു. ഓക്കെ, അപ്പൊ ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എയുടെ വാല്യൂ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ A+2B 110.87 അല്ലേ. അപ്പം എയുടെ വാല്യൂ എന്ത് വരും? 110.87 മൈനസ് 2 ഇൻറ്റു 42.64 2B. അപ്പൊ അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 25.63 എന്ന് കിട്ടും. ഓക്കെ, എയുടെയും ബിയുടെയും മോളിക്കുലർ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. At 300 Kelvin, 36 gram of glucose present in a liter of its solution has a osmotic pressure of 4.98 bar. എന്താണ്? ഒരു 36 ഗ്രാം ഇട്ട ഗ്ലൂക്കോസ് സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ 4.98 ബാർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ സൊല്യൂഷൻ, ഇതേപോലെ ഗ്ലൂക്കോസ് സൊല്യൂഷനിൽ അതിന്റെ ഓസ്മോട്ടിക് പ്രഷർ 1.52 ബാർ ആണെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. ഓക്കെ, നമുക്കറിയാം 4.98. നമുക്ക് ഇക്വേഷൻ എന്താ അറിയാം? ഓസ്മോട്ടിക് പ്രഷർ ഈക്വൽ ടു CRT. സി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ മൊളാരിറ്റി അല്ലേ, മൊളാരിറ്റി ടൈംസിലാണല്ലോ.
ആദ്യം തന്നേക്കുന്നത് 4.98 എന്ന് പറയുന്നത്. അവിടുത്തെ കോൺസെൻട്രേഷൻ 36 ഗ്രാം ഗ്ലൂക്കോസ് ആണ്. അതെ, 36 ഗ്രാം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് മോൾസ് വെച്ചാൽ എന്ത് വരും? 36/180 വരും അല്ലേ. പിന്നെ വോളിയം ഒക്കെ രണ്ടിന്റെയും സൊല്യൂഷന്റെ എന്താ എത്ര 1 ലിറ്റർ ആണ് തന്നേക്കുന്നത്. അപ്പം മൊളാരിറ്റി എന്ന് പറയുന്നത് N/V എന്ത് വരും? സെയിം തന്നെ വരും. 1 ലിറ്റർ ഒറ്റ ലിറ്റർ ആയതുകൊണ്ട് 36/180 വരും. അപ്പൊ 36/180 അത് ഇൻറ്റു 6 ഇൻറ്റു ടെമ്പറേച്ചർ T. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ എന്താ വരിക? രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ കോൺസെൻട്രേഷൻ ഓസ്മോട്ടിക് പ്രഷർ തന്നേക്കുന്നത് 1.52 ബാർ ആണ്. കോൺസെൻട്രേഷൻ നമുക്ക് അറിഞ്ഞുകൂടാ, അത് നമുക്ക് അതേപോലെ തന്നെ ഇടുക. T അതേപോലെ ഇടുക, അതിന്റെ 6 ഇൻറ്റു T വരും. ഈ രണ്ട് ഇക്വേഷനും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി, 1/2 ചെയ്താൽ മതി. ചെയ്താൽ നമുക്ക് എന്ത് വരും? 4.98/1.52 അല്ലേ. രണ്ടിടത്തെയും 6ഉം Tയും കട്ടായി പോയി. അത് ഈക്വൽ ടു 36/180 C എന്ന് വരും അല്ലേ. ആണെങ്കിൽ സിയുടെ വാല്യൂ എന്ത് വരിക? C ഈക്വൽ ടു 36 ഇൻറ്റു 1.52/4.98 ഇൻറ്റു 180 എന്ന് വരും. ഇത് നമുക്ക് സോൾവ് ചെയ്ത് തരുമ്പോൾ നമുക്ക് 0.0745 എന്ന് വരും. ഇതാണ് രണ്ടാമത്തെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. സജസ്റ്റ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ ഇൻ ദി ഫോളോയിങ് കേസ്. നമുക്ക് ഇവിടെ കുറച്ച് പേഴ്സ് ഓഫ് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ ഏത് തരത്തിലുള്ളതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അറിയാൻ തന്നിരിക്കുന്നത് N ഹെക്സേനും N ഒക്ടേനും ആണ്. അപ്പൊ രണ്ടും എന്താണ്? നോൺ പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ നോൺ പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് ആയിരിക്കും അവർ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള സാധനം. ഇവിടെ ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ് വരുന്നത്. ഓക്കെ, രണ്ടാമത് I2ഉം CCl4ഉം ഇവിടെയും സെയിം ആയിട്ട് എന്താണ്? നോൺ പോളാർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ്. ഇപ്പൊ ഇവിടെ എന്താണ്? ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് നമ്മൾ എല്ലാം തൽക്കാലം എഴുതി കാണിക്കും. ഓക്കെ, ഇവിടെയും ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അടുത്ത മൂന്നാമത് വന്നിരിക്കുന്നത് NaClO4ഉം വാട്ടറും ആണ്. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. വാട്ടർ ഒരു പോളാർ സോൾവെന്റ് ആണ്. ഓക്കെ, പോളാർ സോൾവെന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അയോണിക് കോമ്പൗണ്ടിന്റെ അയോണും വാട്ടർ എന്താണ്? പോളർ ആയതുകൊണ്ട് അവിടുത്തെ ഡൈപോൾ തമ്മിലുള്ള അയോൺ ഡൈപോൾ ഇന്ററാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അടുത്ത നാലാമത്തെ മെത്തനോളും അസറ്റോണും. മെത്തനോളും അസറ്റോണും എന്താണ്? രണ്ടും പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. OH ഗ്രൂപ്പ് വരുന്നുണ്ട്, പോളാർ മോളിക്യൂൾസ് ആണ്. അപ്പോൾ OH ഗ്രൂപ്പ് ഉണ്ട് മെത്തനോളിൽ, അസറ്റോണിൽ ഡബിൾ ബോണ്ട്. അപ്പൊ അവിടെ പൊളാരിറ്റി ഉണ്ട്, ബോണ്ട് പൊളാരിറ്റി ആയതുകൊണ്ട് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ഉണ്ടാവും. അടുത്ത അസറ്റോൺ നൈട്രൈലും അസറ്റോണും അല്ലെ. അപ്പം CN മോളിക്യൂൾ വന്നാൽ അവിടെ എന്താണ്? അവിടെ ബോണ്ട് പൊളാരിറ്റി ഉണ്ട്. അസറ്റോണിലാണെങ്കിലും പൊളാരിറ്റി ഉണ്ട്. ഇവിടെ എന്താണ്? ഇവിടെയും മെത്തനോൾ അസറ്റോൺ പറഞ്ഞ പോലെ തന്നെ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ് ആയിരിക്കും മേജർ ആയിട്ട് ഉണ്ടാകുന്ന ഇന്ററാക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ. Based on solute solvent interactions, arrange the following in order of increasing solubility in N-octane. ഇപ്പൊ N-octaneലുള്ള ഇവരുടെ സോലിബിലിറ്റി ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പൊ N-octane എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ പോളർ സോൾവെന്റ് ആണ് അല്ലെ. ഇപ്പൊ നോൺ പോളർ സോൾവെന്റ് നമുക്കറിയാം ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് ആണ് അല്ലെ. ഇപ്പൊ നോൺ പോളർ സോൾവെന്റിൽ നോൺ പോളർ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് എന്താണ് ഡിസോൾവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന 4 സാധനങ്ങൾ സൈക്ലോഹെക്സേന്, KCl, CH3OHഉം CH3Cn, ഇങ്ങനെ 4 സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പൊളാരിറ്റി ഇല്ലാത്ത മോളിക്യൂൾ, നോൺ പോളർ ആയിട്ടുള്ള മോളിക്യൂൾ ഏതാണുള്ളത്? സൈക്ലോഹെക്സേൻ ആണ് അല്ലേ. സൈക്ലോഹെക്സേൻ ആണ് ഏറ്റവും പൊളാരിറ്റി കുറവുള്ളത്. അപ്പൊ അതായിരിക്കും ഏറ്റവും സോലിബിൾ ആയിട്ടുള്ള OH ആണ്. പിന്നെ നോക്കുമ്പോൾ KCl എന്ന് പറയുന്നത് ഒരു അയോണിക് സോൾഡ് ആണ്. അപ്പൊ അവിടെ ഭയങ്കര പോളറൈസേഷൻ ആണ് ബോണ്ടിനുള്ളത് അല്ലേ. അതുകൊണ്ട് അതായിരിക്കും ഏറ്റവും ലീസ്റ്റ് സോലിബിൾ. സോലിബിലിറ്റിയുടെ ഓർഡർ എഴുതുവാണെങ്കിൽ ലീസ്റ്റ് സോലിബിൾ KClഉം വരും, ഏറ്റവും കൂടുതൽ സോലിബിൾ സൈക്ലോഹെക്സേനും വരും. അപ്പൊ നമ്മൾ രണ്ട് ഫിക്സ് ചെയ്തു. ഇതിൽ രണ്ടിന്റെ ഇടയിലുള്ള സാധനങ്ങളാണ് നോക്കേണ്ടത്. എന്താണ്? CH3OHഉം CH3Cn. CH3OHലും CH3Cnലും ബോണ്ട് പൊളാരിറ്റി കൂടുതൽ കാണാനുള്ള ചാൻസ് ഓക്സിജൻ ആയിരിക്കും നൈട്രജൻ ആയിരിക്കും. നമുക്കറിയാം ഓക്സിജൻ ആണ് നൈട്രജനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ളത്. അപ്പൊ കൂടുതൽ ബോണ്ട് പൊളാരിറ്റി ഓക്സിജൻ നൈട്രജൻ നോക്കുമ്പോൾ നൈട്രജൻ ആണ് കൂടുതൽ ബോണ്ട് പൊളാരിറ്റി ഉണ്ടാവാൻ ചാൻസ്. ഓക്കെ, അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ബോണ്ട് പൊളാരിറ്റി കൂടുതലുള്ള നൈട്രജൻ ആയിരിക്കും. എന്ത് ഒരു തെറ്റിപ്പോയി, ഓക്സിജൻ നൈട്രജൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓക്സിജന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് നൈട്രജനേക്കാളും കൂടുതൽ ഇല്ലേ. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആൾക്ക് എന്താണ്? ബോണ്ട് പൊളാരിറ്റി കൂടുതലായിരിക്കും അല്ലെ. അപ്പം ഡൈപോൾ കൂടുതലായിട്ട് ഡൈപോൾ സ്ട്രെങ്ത് കൂടുതൽ ഓക്സിജൻ വരുന്ന മോളിക്യൂളിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡൈപോൾ കൂടുതലുള്ളത് CH3OHനായിരിക്കും. ഇപ്പൊ കാര്യം ബോണ്ട് പൊളാരിറ്റി കൂടുന്തോറും നോൺ പോളാർ സോൾവെന്റുള്ള സോലിബിലിറ്റി കുറയും. അങ്ങനെയാണെങ്കിൽ CH3OHനായിരിക്കും CH3Cnേക്കാളും സോലിബിലിറ്റി കുറവ്. ഓക്കെ, അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. Amongst the following compounds, identify which are insoluble, partially soluble and highly soluble in water. അപ്പം വാട്ടറിലുള്ള ഓരോ കോമ്പൗണ്ടിന്റെ സോലിബിലിറ്റി പറയാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം വാട്ടർ എന്താണ്? ഒരു ബോണ്ട് പൊളാരിറ്റി ഉള്ള സോൾവെന്റ് ആണ്, പോളാർ സോൾവെന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫിനോൾ എന്താണ്? ഫിനോൾ OH ഗ്രൂപ്പ് ബോണ്ട് പൊളാരിറ്റി ഉള്ളതാണ്. അപ്പൊ ലൈക്ക് ഡിസോൾവ് ലൈക്ക് ഇതും എന്താണ്? ഇത് ഫിനോൾ പാർഷ്യലി സോലിബിൾ ആയിരിക്കും.
ടൊളുവീൻ എടുക്കുവാണ്. ടൊളുവീനിൽ അങ്ങനെ ബോണ്ട് പൊളാരിറ്റി ഒന്നും ഇല്ല. ബോണ്ട് പൊളാരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നോൺ പോളർ ആയതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും, അത് ഇൻസോലബിൾ ആണ്. ഫോർമിക് ആസിഡിലും ബോണ്ട് പൊളാരിറ്റി ഉണ്ട് അല്ലെ, CH3 COOH ഗ്രൂപ്പ് വരുന്നതുകൊണ്ട് ബോണ്ട് പൊളാരിറ്റി ഉണ്ട്, അതും സോലബിൾ ആയിരിക്കും, പാർഷ്യലി സോലബിൾ ആയിരിക്കും. എഥിലീൻ ഗ്ലൈക്കോളിൽ എന്താണ് 2 OH ഗ്രൂപ്പ് വരുന്നുണ്ട്, അപ്പൊ അതും ബോണ്ട് പോളറൈസബിലിറ്റി ഉള്ളതുകൊണ്ട് അതും പാർഷ്യലി സോലബിൾ ആയിരിക്കും. ഇനി ക്ലോറോഫോം എടുക്കുക. ക്ലോറോഫോമിൽ എന്താണ് ഭയങ്കര പോളറൈസേഷൻ ഉണ്ട് അല്ലേ, CHCl3 ആണ്. CHCl3 എന്താണ് ഭയങ്കര പോളറൈസേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ടെട്രാഹീഡ്രൽ ഷേപ്പിൽ നമുക്കറിയാം എന്താണ് ഇത് ഇങ്ങോട്ടാണ് ഡൈപോൾ. ഓരോ ഡൈപോളും റെസ്പെക്റ്റീവ് ഡയറക്ഷനിലുണ്ട്. അപ്പൊ റിസൾട്ടന്റ് ഡൈപോൾ എന്താണ് വളരെ വലിയൊരു ഡൈപോളാണ് വരിക. അപ്പൊ റിസൾട്ടന്റ് ഡൈപോൾ വലുതായതുകൊണ്ട് അത് നല്ലപോലെ സോലബിൾ ആയിരിക്കും. അപ്പൊ അത് ഹൈലി സോലബിൾ ആയിരിക്കും. പെന്റാനോളും OH ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അതും പാർഷ്യലി സോലബിൾ ആയിരിക്കും. ഓക്കെ, ഇന്ന് ഇത്രയും തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്തു. ഓക്കെ, താങ്ക് യു.